ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് വീട്ടിൽ ഞാനും ഉപ്പയും മാത്രമേ ഉള്ളൂ. ഉമ്മയും അനിയത്തിയും ഒന്നും വീട്ടിലില്ല. അനിയത്തിയും ഉമ്മ എൻ്റെ ഗ്രാൻഡ്പ്പൻ്റെ വീട്ടിലേക്ക് പോയതാട്ടോ. പാലക്കാടാണ് ഗ്രാൻഡ്പ്പൻ്റെ വീട്. അപ്പോൾ അവിടെ ഒരു ഏർവാടിയൊക്കെ പോകുന്നുണ്ട്, അങ്ങനെ പോയതാണ്. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് വന്ന് ഉമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ എനിക്ക് കൊണ്ടുപോകാനുള്ള ചോറ് ഉണ്ടാക്കണം. ഞാൻ ഇന്നലെ രാത്രി ചോറ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് കിടക്കാൻ നേരത്ത് ഊറ്റിയിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടി രാവിലെ ആയപ്പോൾ എഴുന്നേറ്റ് ഞാനിതാ അതെടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറുപയർ കറി വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഉപ്പൊക്കെ ഉച്ചക്കേക്ക് കറിയുമായി, എനിക്ക് കൊണ്ടുപോകാനുള്ള കറിയായല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചെറുപയർ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നൈറ്റിൽ. അപ്പോൾ രാവിലെ ആകുമ്പോൾ 2 വിസിൽ 3 വിസിൽ നമുക്കത് റെഡിയായി കിട്ടുമല്ലോ. അങ്ങനെ അതിലേക്ക് ഉപ്പ്, അതേപോലെ മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി ചോറ് തിളച്ചിട്ടുണ്ടോ എന്ന് ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നത്തെ ചെറുപയർ കറി ഞാൻ കുറച്ച് തേങ്ങയൊക്കെ അരച്ച് സ്പെഷ്യലാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നോർമൽ ഇവിടെ വെക്കൽ തേങ്ങയൊക്കെ അരയ്ക്കാണ്ടൊക്കെയാണ് വെക്കൽ ചില സമയത്ത്. അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ ഇട്ട് കുക്കറിലാക്കി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് പിന്നെ എനിക്ക് കൊണ്ടുപോകാൻ ചിക്കനും കൂടി പൊരിക്കാമെന്ന് വിചാരിച്ച്. ചെറുപയർ കറിക്കാകുമ്പോൾ അധികം എരിവുണ്ടാവില്ലല്ലോ. എന്തെങ്കിലും ഒരു എരിവുള്ളതൊക്കെ കഴിക്കുമ്പോഴാണല്ലോ നമുക്കൊരു തൃപ്തിയാവുക. അപ്പോഴേക്കും ആ ചോറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ അടുപ്പത്തു നിന്ന് എടുത്ത് ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ച്. ചെറിയ പാത്രത്തിലായതുകൊണ്ട് തന്നെ ഊറ്റാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അതവിടെ ഊറ്റാൻ വേണ്ടി സെറ്റാക്കി. പിന്നെ ഞാൻ ചിക്കനൊക്കെ കഴുകി അതിലേക്ക് മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ തന്നെ കോൺഫ്ലവറും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട്, ഈ ഒരു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി മതി. അപ്പോൾ പിന്നെ ഞാൻ മിക്സിൻ്റെ ജാറൊന്നും എടുക്കാൻ നിന്നില്ല, ഇതിൽ തന്നെ ഈ ഒരു കല്ലിൽ തന്നെ ഇട്ടിട്ട് അങ്ങ് ചതച്ചെടുത്തിട്ടോ. അതും പിന്നെ ഇത്തിരി കോൺഫ്ലവറും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത്തിരി സുർക്ക വേണം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് സുർക്ക കുറവുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സുർക്ക ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ കുറച്ചും കൂടി ഒന്ന് കോൺഫ്ലവറും ഇട്ടിട്ടോ. പിന്നെ ഈ ഒരു ചട്ടിയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുന്ന നേരം നല്ല ഇരുമ്പ് ചട്ടിയിലൊക്കെ പൊരിക്കും പാട്ടോ, നല്ല ടേസ്റ്റും നല്ല ക്രിസ്പായിട്ട് പൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാൻ കറിയിലേക്കൊരു 3 വെളുത്തുള്ളി അവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടോ. എനിക്ക് ഓരോ പണി ചെയ്യുമ്പോൾ അപ്പം ക്ലീൻ ആക്കുന്ന അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളെ പണിയും കുറഞ്ഞ് കിട്ടും. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഒരുപാട് പണി ബാക്കി ഉണ്ടാവില്ല, ക്ലീനിങ് ഒന്നും അധികം ഉണ്ടാവില്ല. അങ്ങനെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഇത്തിരി നീർദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പത്തിരിപ്പൊടി എടുത്തിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് തേങ്ങ അരയ്ക്കുക കറിയിലേക്ക് എന്ന് അറിയാൻ തന്നെ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഓരോ പണീൻ്റെ ഇടയിൽ കൂടിയാട്ടോ ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. അപ്പം തേങ്ങ അരയ്ക്കാൻ നിൽക്കുന്നവരാണ് എൻ്റെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ചിക്കൻ അവിടുന്ന് പൊരിയുന്ന സമയത്ത് വേഗം തേങ്ങ ചിരകി. അപ്പോൾ ചിക്കനൊക്കെ നല്ല കുക്കാകുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പില ഇട്ടില്ലായിരുന്നു, കാരണം കറിവേപ്പില ഇല്ലായിരുന്നു. പിന്നെ പച്ചമുളക് ഇട്ടാൽ ഞാൻ മറക്കുകയും ചെയ്തു. അങ്ങനെ ചിക്കൻ റെഡിയായി അതെടുത്ത് നേരെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച്. പിന്നെ നീർദോശക്കുള്ള മാവ് ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നീർദോശ നല്ല ടേസ്റ്റ് ആട്ടോ, ചെറുപയർ കറിക്ക് നല്ലൊരു കോമ്പിനേഷനാണല്ലോ. അങ്ങനെ ഞാനത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ദോശൻ്റെ പാത്രം നോക്കുന്നവർ അത് കേട് വന്നിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് തൽക്കാലം ഈ വെള്ളപ്പത്തിൻ്റെ ചട്ടിയിൽ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാമെന്ന്. ഇതാകുമ്പോൾ നല്ല നൈസായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശൻ്റെ ചട്ടിനെക്കാട്ടിലും കുറച്ചും കൂടി നൈസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുമ്പോൾ. അങ്ങനെ എനിക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം ഉപ്പ രാവിലെ തന്നെ പോവും. അപ്പോൾ ഉപ്പക്ക് പിന്നെ വേണ്ട. അപ്പോൾ എനിക്ക് മാത്രം ഒരു 3 ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതിൻ്റെ ഇടയിൽ കൂടി തേങ്ങയിൽ ഞാൻ ചെറിയ ജീരകം 2 വെളുത്തുള്ളി മാത്രം ഇട്ട് അരച്ചതായിരുന്നു. അപ്പോൾ വെള്ളം കുറവുണ്ടായിരുന്നു. അപ്പോൾ കറിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അരയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ച്. അപ്പോഴേക്കും ദോശ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദോശ ഞാനിത് എടുത്ത് പാത്രത്തിലേക്കിട്ട് ഞാനൊരു 3 ദോശയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. നൈസാണല്ലോ, ഭയങ്കര നൈസായതുകൊണ്ട് ഒരു 3 ദോശയൊക്കെ മതിയെന്ന് വിചാരിച്ചു. അങ്ങനെ ദോശ പിന്നെയും വീണ്ടും അടുത്ത ദോശയും ചുറ്റിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും തേങ്ങ അരിക്കലും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെറുപയർ കറിയും സെറ്റായി. അതിലേക്ക് തേങ്ങ അരച്ച് പാരുകയും ചെയ്തിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ചെറുപയർ കറി. അങ്ങനെ കറിയെല്ലാം സെറ്റ് ചെയ്ത് പാത്രങ്ങൾ കുറച്ച് കഴുകി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ കഴുകിയും വെച്ച്. കറിയിലേക്ക് ഞാൻ കടുകും വറ്റൽമുളകും അതേപോലെ തന്നെ കറിവേപ്പില ഇട്ടൊന്ന് തൂമിച്ച്. അത് കഴിഞ്ഞത് എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചായ റെഡിയാക്കിയിട്ടു. അപ്പോൾ അതിൻ്റെ പണി ഒരുവിധം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതാ അങ്ങനെ നീർദോശയും
എൻ്റെ ഇതാ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. കറിയും കൂട്ടിയിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നീർദോശയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറി ഉണ്ടെങ്കിൽ ആ നീർദോശയൊക്കെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. എത്രയും പോകും. അങ്ങനെ ചായ ഇതാ തെളിച്ച് വന്നിട്ടുണ്ട്. ചിക്കൻ ഇതാ ഞാൻ കൊണ്ടുപോകാനുള്ള അവിടെ വെച്ചിട്ട് അതിന് 2 കഷ്ണം ഇപ്പം കഴിക്കാമെന്ന് വിചാരിച്ചെടുത്ത്. എനിക്ക് ചിക്കൻ കണ്ടപ്പം തന്നെ വായിന്ന് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് കഴിക്കാതിരിക്കുക. അങ്ങനെ ചായ കുടിക്കാൻ ചായയൊക്കെ ഒഴിച്ച് അങ്ങനെ കുളിക്കുന്നതിന് മുമ്പ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുളിച്ച് കഴിഞ്ഞാൽ അല്ലേ തന്നെ ചൂടാണ്. അപ്പോൾ മൊത്തത്തിലേ ചൂടാകുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാനിതേ ചായയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നീർദോശ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഇതേപോലൊന്ന് നമ്മുടെ ദോശൻ്റെ പാത്രം അല്ലാണ്ട് ഇതേപോലെ നമ്മൾ വെള്ളപ്പത്തിൻ്റെ ചട്ടിയിലൊന്ന് നീർദോശ ഉണ്ടാക്കി വെക്കണേ. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ വിചാരിച്ച് ഇനി വേഗം ടിഫിനും കൂടി റെഡിയാക്കാമെന്ന്. ചോറും കൂടി എടുത്ത് മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചാൽ പിന്നെ എനിക്ക് നേരെ മാറ്റിയിട്ട് അങ്ങ് പോകാനല്ലേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഇനി വന്ന് ചോറ് പാത്രത്തിലാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ പാത്രത്തിലേക്ക് ചോറാക്കി കുറച്ച് ഇറച്ചി വെക്കുന്നുണ്ട് കേട്ടോ. കൂടെ ഉള്ളവർക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 5-6 പീസ് ഇറച്ചി എടുത്തിട്ടുണ്ടായിരുന്നു. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കോൺഫ്ലവറിലൊക്കെ അങ്ങനെ ഫ്രൈ ചെയ്തപ്പോൾ നമ്മളെ ചിക്കൻ 65 പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചൂട് കൊടുക്കണ്ട് കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. തണുത്താൽ പിന്നെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ. അങ്ങനെ ചോറൊന്ന് അത് കഴിഞ്ഞ് ചോറെടുത്ത് പിന്നെ കറി ഞാൻ ഈ ഒരു ചില്ലിൻ്റെ കുപ്പിയിലാണ് എടുക്കുന്നത് കേട്ടോ. പണ്ട് ട്രെൻഡിങ് ആയിരുന്നല്ലോ നമ്മുടെ ജാർ കേക്ക്. അന്ന് വാങ്ങിയ കുപ്പിയാണ് ഞാൻ ഈ ഒരു കുപ്പി കേട്ടോ. അങ്ങനെ കറിയെടുത്ത് പാത്രത്തിൽ ചോറൊക്കെ ഒന്ന് മൂടി വെച്ച് അതേപോലെ തന്നെ കറി ഞാൻ മൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് ചൂട് കൊടുക്കേണ്ട മൂടി വെച്ചിട്ട് കേടി വരണ്ട വിചാരിച്ചിട്ട് പിന്നെ തുറന്ന് ഇങ്ങനെ വെച്ച് മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ച് പോകാൻ നേരത്ത് മൂടി വെക്കാമല്ലോ എന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞ് മൊത്തത്തിലൊന്ന് അടിച്ച് വാരാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അടിച്ച് വാരി അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കിയിട്ട് പിന്നെ വേഗം പോയി കുളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. അങ്ങനെ ഞാൻ ഇനി കുളിക്കാൻ വിചാരിച്ച് മിറ്റടിച്ച് തരാനില്ലായിരുന്നു. മുറ്റത്ത് പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മിറ്റടിച്ച് തരിട്ടില്ല. ഇപ്പം കുറച്ച് ദിവസം വീട്ടിൽ ഞാനും ഉപ്പയും മാത്രമായിരിക്കും ഉണ്ടാകും. ഇനി ഓലിപ്പോൾ 4-5 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്തായാലും. അങ്ങനെ ഞാനിതാ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ഇനി മേക്കപ്പൊക്കെ ചെയ്ത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ പോകാൻ നോക്കാട്ടോ. ടൈമായിട്ടൊന്നും ഇല്ലായിരുന്നു. ടൈമൊക്കെ ഇനിയും കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ചൂടാട്ടോ. നമ്മൾ എത്ര മേക്കപ്പ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം വേർത്ത് ഒലിക്കുക ചെയ്യാട്ടോ. അങ്ങനെ ഞാൻ വേഗം സെറ്റായി. പിന്നെ പെർഫ്യൂമൊക്കെ എടുത്തിട്ട് പെർഫ്യൂം അടിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ കുളിക്കാത്തൊരു ഫീലാട്ടോ. അതുകൊണ്ട് എനിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പെർഫ്യൂം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ റെഡിയായി. അപ്പോൾ ഞാനിതാ പോവുകയാണ്. അപ്പോൾ ഈ ഒരു എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്